നമസ്കാരം. ജനങ്ങൾക്ക് മുന്നിൽ വാർത്തകൾ എത്തിക്കേണ്ട ഒരു മാധ്യമം കാണിക്കേണ്ട അടിസ്ഥാനപരമായ നിലവാരവും നിഷ്പക്ഷതയും കാറ്റിൽ പറത്തി ഏതാനും ചില നേതാക്കളുടെയും അവരുടെ കുടുംബത്തിന്റെയും സാമ്പത്തിക തട്ടിപ്പുകൾക്ക് ന്യായീകരണ കവചം തീർക്കുന്ന ദയനീയ കാഴ്ചയ്ക്കാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയിലേക്ക് കൃത്യമായി നീളുമ്പോൾ അഴിമതിയെ എതിർക്കേണ്ടതിന് പകരം ഇഡിക്കെതിരെ രൂക്ഷ വിമർശനവുമായി എഡിറ്റോറിയൽ എഴുതിയിരിക്കുകയാണ് CPIM മുഖപത്രമായ ദേശാഭിമാനി. ഇഡിയുടെ രാഷ്ട്രീയ വേട്ട വിലപ്പോകില്ല എന്ന തലക്കെട്ടിൽ എഴുതിയ മുഖപ്രസംഗം കണ്ട് അമ്പരന്ന അവസ്ഥയിലാണ് ജനങ്ങൾ. ഒരു പത്രമെന്ന് പറഞ്ഞാൽ നിഷ്പക്ഷതയും തെറ്റുകളെയും ചൂണ്ടിക്കാണിക്കാനുള്ള ആർജവവുമാണ് കാണിക്കേണ്ടത്. എന്നാൽ ദേശാഭിമാനി ഇപ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തെയും നേതാക്കളുടെ കുടുംബത്തെയും മാത്രം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഉപാധിയായി മാറിയിരിക്കുകയാണ്. അഴിമതിക്കും സാമ്പത്തിക ക്രമക്കേടുകൾക്കും എതിരായ വിപ്ലവങ്ങളെക്കുറിച്ച് വാദോരാതെ സംസാരിച്ചിരുന്ന ഈ പത്രം ഇഡി കണ്ടെത്തിയ മാസപ്പടി കേസിൽ എന്ത് വിപ്ലവമാണ് കണ്ടത്? മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ പദവി ദുരുപയോഗം ചെയ്ത മകൾ വീണ കൈപ്പറ്റിയ മാസപ്പടിയാണ് ഇവിടെ പ്രധാന വിഷയം. സേവനമൊന്നും നൽകാതെ വാങ്ങിയ കോടികളുടെ തട്ടിപ്പിന് ഇഡിയുടെ കയ്യിൽ വ്യക്തവും കൃത്യവുമായ ഡിജിറ്റൽ തെളിവുകളും രേഖകളുമുണ്ട്. ഇത്രയധികം ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടായിട്ടും അതിനെയെല്ലാം തള്ളിക്കളഞ്ഞ് ഇഡി കഥകൾ മേയുകയാണെന്ന് എഡിറ്റോറിയൽ എഴുതുമ്പോൾ നഷ്ടപ്പെടുന്നത് ആരുടെ ക്രെഡിബിലിറ്റിയാണ്? ദേശാഭിമാനി എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ഇഡി ചെയ്യുന്നത് രാഷ്ട്രീയ പകപോക്കലാണെന്നാണ്. കേന്ദ്രത്തിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ എതിരാളികളെ ഇല്ലാതാക്കാൻ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്നും സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വേട്ടയാടിയ പോലെ ഇപ്പോൾ CPIMനെയും നേതാക്കളെയും ലക്ഷ്യമിടുന്നുവെന്നുമാണ് ഇവരുടെ വാദം. അന്വേഷണത്തിന്റെ പേരിൽ ഭീകരത സൃഷ്ടിക്കുകയാണെന്നും പാർട്ടി നേതാക്കളുടെ സുഹൃത്തുക്കളിലേക്ക് വരെ അന്വേഷണം കടന്നു ചെല്ലുന്നുവെന്നും ദേശാഭിമാനി കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇവിടെ ഉയരുന്ന ലളിതമായ ചില ചോദ്യങ്ങളുണ്ട്. ടി വീണ ഏതെങ്കിലും രാഷ്ട്രീയക്കാരിയാണോ? അതോ ഏതെങ്കിലുമൊക്കെ യുവജന സംഘടനയുടെ സജീവ ഭാരവാഹിയോ മെമ്പറോ ഒക്കെയാണോ? പിന്നെ എങ്ങനെയാണ് ഒരു സ്വകാര്യ IT കമ്പനി ഉടമയ്ക്കെതിരെ നടക്കുന്ന ഹവാല കള്ളപ്പണ അന്വേഷണം രാഷ്ട്രീയ പകപോക്കലാകുന്നത്? ഏതൊരു കുറ്റവാളിക്കും ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലമോ ബന്ധമോ ഒക്കെ കാണും എന്ന് കരുതി കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാതിരിക്കാൻ പറ്റുമോ? കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ കേസും അന്വേഷണവും ഒക്കെ വന്നപ്പോൾ കാണാത്ത എന്ത് കരച്ചിലാണിപ്പോൾ വീണ വിജയന്റെ കേസിൽ ദേശാഭിമാനിയിൽ കാണുന്നത്? ഇതിനെയാണ് ആളുകൾ ഇരട്ടത്താപ്പെന്ന് പറയുന്നത്. VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരികയും ഭരണം മാറുകയും ചെയ്തിട്ടും പഴയ അധികാരത്തിന്റെ തണലിൽ നേതാക്കൾ ചെയ്ത അഴിമതികൾ ന്യായീകരിക്കാൻ മാത്രം പേജുകൾ മാറ്റിവെക്കുന്ന പത്രമായി ദേശാഭിമാനി മാറിയിരിക്കുകയാണ്. വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ എതിരെ ഉയർന്ന ആരോപണങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നതിന്റെ പരിധി കടന്ന് രാഷ്ട്രീയ പാർട്ടിയെയും നേതാക്കളെയും ലക്ഷ്യമിടുന്നത് ശരിയല്ലെന്ന് പറയുമ്പോൾ തന്നെ ഈ പണമിടപാടിൽ പാർട്ടി നേതാക്കൾക്ക് എന്താണ് കാര്യമെന്ന ചോദ്യത്തിന് മറുപടിയില്ല. തങ്ങൾക്കെതിരായ അന്വേഷണം വരുമ്പോൾ മാത്രം മദ്യനയ കേസിലും മറ്റും കേന്ദ്ര ഏജൻസികളുടെ വിശ്വാസ്യത തകർന്നടിഞ്ഞതാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ദേശാഭിമാനി സമാന കേസുകളിൽ മറ്റുള്ളവർ കുടുങ്ങുമ്പോൾ കൈയടിക്കാറുള്ളത് ജനങ്ങൾ മറന്നിട്ടില്ല. UDF നേതാക്കളും മാധ്യമങ്ങളും വാങ്ങിയ കോടികളിൽ അന്വേഷണമില്ലെന്നും ജന്തർ മന്തർ സമരത്തിന് ശേഷമാണ് ഇഡിയുടെ പുതിയ വിളയാട്ടമെന്നും പറയുന്നതിലൂടെ കേസിന്റെ ഗൗരവത്തിൽ നിന്ന് വായനക്കാരുടെ ശ്രദ്ധ തിരിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതര മാധ്യമങ്ങളെ വിമർശിക്കുകയും ഇഡിയെ അസഭ്യം പറയുകയും ചെയ്താൽ ഇല്ലാത്ത യോഗ്യത വീണയുടെ കമ്പനിക്ക് ഉണ്ടാകില്ല. FIRൽ പേര് വന്നതുകൊണ്ടോ റെയ്ഡ് നടന്നതുകൊണ്ടോ മാധ്യമങ്ങളിൽ വാർത്ത വന്നതുകൊണ്ടോ കുറ്റം തെളിയുന്നില്ലെന്നും അത് കോടതിയിലാണ് തെളിയേണ്ടതെന്നും ദേശാഭിമാനി പറയുന്നുണ്ട്. അത് തന്നെയാണ് ജനങ്ങളും പറയുന്നത്. തെളിവുകൾ ഉള്ളതുകൊണ്ടല്ലേ കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചടി ലഭിക്കുന്നത്? അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യലിനായി വിളിക്കുമ്പോൾ ഓടി ഒളിക്കാതെ കോടതിയെ സമീപിച്ച് നിരപരാധിത്വം തെളിയിക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? കള്ളം 100 ആവർത്തി പറഞ്ഞാൽ അത് സത്യമാകുമെന്ന ജോസഫ് ഗീബൽസിന്റെ നയമാണ് ഇപ്പോൾ ദേശാഭിമാനി സ്വീകരിക്കുന്നത്. തങ്ങൾ പറയുന്നത് മാത്രമാണ് ശരിയെന്നും ചുറ്റുമുള്ള തെളിവുകളും അന്വേഷണങ്ങളും കെട്ടിച്ചമച്ചതാണെന്നുമുള്ള നിലപാട് ജനങ്ങൾക്കിടയിൽ പുച്ഛമാണ് ഉണ്ടാക്കുന്നത്. പത്രം വായിക്കുന്ന സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞു. പ്രതിപക്ഷത്തിരുന്നാലും ഭരണത്തിലുണ്ടായാലും സ്വാധീനം ഉപയോഗിച്ച് നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകളെ രാഷ്ട്രീയത്തിന്റെ അക്കൗണ്ടിൽ എഴുതി രക്ഷപ്പെടാൻ നോക്കുന്ന ഈ അപഹാസ്യമരമായ എഡിറ്റോറിയൽ നാടകം CPIMന്റെയും ദേശാഭിമാനിയുടെയും ബാക്കിയുള്ള വിശ്വാസ്യത കൂടി തകർത്ത് കളഞ്ഞു എന്ന് പറയാതെ വയ്യ.